ഇന്നും നല്ല ഡിഫറെന്റ് ഫാബ്രിക്കിൽ വന്നുള്ള നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. വീഡിയോ കണ്ടു നോക്കിയാലോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ സാരീസ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ യെല്ലോ ബേസ് കളർ വന്നിട്ട് അതിൽ നല്ലൊരു മൾട്ടി കളർ പാലറ്റിലുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. കൂടാതെ ബോർഡർ വരുന്നത് ക്രോഷ്യോ ലേസ് ആണ്. ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് നല്ല പാറ്റേണിലാട്ടോ ഈ ഒരു ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നോൺ ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് അല്ല മെറ്റീരിയൽ. ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ സാരിക്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസും പെയർ ചെയ്യാം. ഇതിന്റെ കൂടെ നല്ല ബ്ലൗസ് വരുന്നുണ്ട്. സെയിം ടോണിൽ തന്നെ പേസ്റ്റൽ യെല്ലോയിൽ ഒരു സെൽഫ് പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും വരിക വിത്ത് ക്രോഷ്യോ ലേസ്. ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലായിരിക്കും. ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു സ്റ്റൈലാണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഡിജിറ്റൽ പ്രിന്റ് ആണ് സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ത്രൂ ഔട്ട് ദ സാരി. നല്ല ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉള്ള സാരിയാണ്. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് പ്രിന്റഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് സെയിം പാറ്റേൺ തന്നെ കേട്ടോ. സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ വരുന്നത് വിത്ത് ക്രോഷ്യോ ലേസ് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പിങ്ക് ആണ്. ലാവൻഡർ ബ്ലെൻഡഡ് പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. നല്ല പ്ലസന്റ് കളറിലാണ് സാരീസ് എല്ലാ സാരീസും വരുന്നത്. മുന്തണി, ബ്ലൗസും ആ ഒരു സെൽഫ് ഡിസൈനിലാണോ സാരി വരുന്നത്. ബ്ലൗസ് വരുന്നത് അതിലും ആ ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും. അടുത്ത കളർ വരുന്നത് നല്ലൊരു സീ ഗ്രീൻ ആണ്. ഒരു ഓഷ്യൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ വന്നിട്ട് ക്രോഷ്യോ ലേസ് സീ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയുള്ള ക്രോഷ്യോ ലേസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സാരി വരിക. റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് പീച്ചാണ്. പീച്ചിഷ് പിങ്ക് ആട്ടോ. പിങ്കും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. നല്ല ഷെയ്ഡാണ്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു ക്രോഷ്യോ ലേസ് വന്നിട്ട് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ടോണിൽ സെയിം അതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് സെയിം ലാവൻഡർ ടോണിൽ തന്നെ ആയിരിക്കും ആ ഒരു ക്രോഷ്യോ ലേസ് വരുന്നത് വിത്ത് ബ്ലൗസ്. ബ്ലൗസിൽ ഒരു തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും എല്ലാ സാരിക്കും ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. സെയിം അതേ ഡിസൈൻ ആട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് തന്നെ. സീ ബ്ലൂ ആണ്. അക്വാ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നേരത്തെ വന്നത് സീ ഗ്രീൻ ആയിരുന്നു. ഇത് വരുന്നത് സീ ബ്ലൂ. സെയിം അതേ ക്രോഷ്യോ ലേസ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നീംസറി പാറ്റേണിലാണ് സാരി വരുന്നത്. നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡ് ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ ഫാബ്രിക് പറയുകയാണെങ്കിൽ ഒരു ഷിഫോണിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് വരുന്നത് സാരി. ഞാൻ കാണിക്കാം ക്ലോസറിൽ കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡില് നീംസറി പാറ്റേണിലുള്ള ബോർഡേഴ്സ് ആയിരിക്കും വരുന്നത് സാരിക്ക്. ഇതായിരിക്കും സാരി 1 ലെയറിലാണെങ്കിലും കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു സിമിലർ ടു ഷിഫോൺ ആ ഒരു ഫാബ്രിക്കാണ് സാരി വരുന്നത്. നല്ല ബോർഡർ ആട്ടോ. നീംസറിയിൽ തന്നെയുള്ള ബോർഡർ അതേ സ്റ്റൈലിൽ തന്നെ നല്ല പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയും വരുന്നത്. ആ ഒരു ബ്രൊക്കേഡ് ബീവിൽ തന്നെ സാരിയുടെ പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു മാംഗോ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. മാംഗോ യെല്ലോയും ആ ഒരു ഹൽദി യെല്ലോയും കൂടിയുള്ള നല്ലൊരു കമ്പൈൻഡ് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. സെയിം അതേ നീംസറി പാറ്റേൺ തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത്. അപ്പുറം ലോവറും ബോർഡർ വന്നിട്ട് ബ്രൊക്കേഡ് വീവിൽ തന്നെ സാരിയുടെ പല്ലു, ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് നല്ലൊരു പേർപ്പിൾ ടോൺ ആണ് സാരി വരുന്നത് കേട്ടോ. സാരിയുടെ ഷെയ്ഡ് വരുന്നത് സെയിം അതേ സ്റ്റൈലിൽ തന്നെ നീംസറി തന്നെയുള്ള ബോർഡർ, ബ്രൊക്കേഡ് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു കിങ്ഫിഷർ ബ്ലൂ ആണ്. പൊന്മാൻ നീലയാണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ നീംസറി പാറ്റേണിലായിരിക്കും സാരിക്ക് രണ്ട് സൈഡിലും ബോർഡർ, ബ്രൊക്കേഡ് വീവിൽ തന്നെ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. നീംസറി ബോർഡർ, പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബീട്രൂട്ട് ഷെയ്ഡാണ്. വീഡിയോയിൽ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് കേട്ടോ. പക്ഷെ കളർ വരുന്നത് ബീട്രൂട്ട് ടോൺ തന്നെയാണ് വരുന്നത് സാരി. നീംസറി ബോർഡേഴ്സ് സെയിം സ്റ്റൈലിൽ തന്നെ. മിഡിൽ പോർഷൻ വരുമ്പോൾ എല്ലാ സാരീസിനും പ്ലെയിൻ വന്നിട്ട് ബ്രൊക്കേഡ് പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു മൗ ടോൺ ആണ് സാരി വരുന്നത്. നീംസറി പാറ്റേണിൽ തന്നെ കേട്ടോ ബോർഡേഴ്സ് വരുന്നത്. മുന്തണി, ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ല പാറ്റേണിലാട്ടോ വരുന്നത്. ഫാബ്രിക് മാറിയിട്ടുണ്ട്. സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പേൾ ക്രീം ആണ് സാരിയുടെ ബേസ് വന്നിട്ട്. അതിൽ നല്ല പാറ്റേണിലെ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻസും അതിൽ ത്രെഡ് എംബ്രോയിഡറിയാണ് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. നല്ല പാറ്റേണിലാട്ടോ സാരിയുടെ ഡിസൈൻസ് വരുന്നത്. ബോഡിയിൽ കണ്ടോ ഈ ഒരു പാറ്റേണിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഒരു ഓഫ് വൈറ്റിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരിക. ഈ ഒരു പാറ്റേൺ വന്നിട്ട് ബോർഡറിലും ഈ ഒരു സ്റ്റൈലിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ഫുൾ ഒരു ആരി വർക്കിന്റെ എല്ലാം പാറ്റേൺ ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈലിലാട്ടോ ഇതിൽ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ ഇങ്ങനെ വരും. മുന്തണി ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിൽ വർക്ക് വരുന്നത്.
അതിലൊരു ഒലിവ് ഗ്രീൻ ടോണിലുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ഓഫ് വൈറ്റിലും ആയിരിക്കും മുന്താണിയിൽ വരുമ്പോൾ വർക്ക് വരിക. ഈ ഒരു സ്റ്റൈലിൽ നല്ലൊരു പേസ്ലി മോട്ടീവ്സിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. സെമി ടെസർ ആട്ടോ, സോഫ്റ്റ് സെമി ടെസർ ആണ് ഫാബ്രിക്. ഞാൻ മൺലെയറിൽ കാണിക്കാം കേട്ടോ. സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കണ്ടോ. ഇതായിരിക്കും സിംഗിൾ ലെയറിലാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിലാണ് ഇതിൽ ആ ഒരു വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് അവൈലബിൾ ആണ്, റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ബോഡിയിൽ വരുന്ന അതേ ആ ഒരു ആരി വർക്കിന്റെ പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. സെയിം അതേ കളർ പാലറ്റ് തന്നെ, ആ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻസും അതേ കോമ്പിനേഷൻ തന്നെ കേട്ടോ. എംബ്രോയിഡറി വർക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ബോഡിയിൽ ഓഫ് വൈറ്റിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ബോഡി കംപ്ലീറ്റ് കണ്ടോ ഓഫ് വൈറ്റിലായിരിക്കും ഈ ഒരു വർക്ക് വരും. എൻ്റെ ഒരു സാരിയിലും ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ബോർഡർ വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെ ഇതായിരിക്കും ബോർഡർ വരിക. പല്ലു മുന്തണിയിലും ആ ഒരു ഒലിവ് ഗ്രീനിൽ തന്നെ, ഒലിവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മോട്ടീവ്സ് ആണ്. പല്ലു കംപ്ലീറ്റ് വരുന്നുണ്ട് ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ്. മുന്തണിയുടെ എൻഡിൽ വരുമ്പം ഈ ഒരു വർക്ക് ആയിരിക്കും പല്ലുവിൽ ആ ഒരു എഡ്ജിൽ വരുന്നത്. നല്ല നല്ല പാറ്റേണിലാട്ടോ വർക്ക് വരുന്നത് കണ്ടോ. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരിക സാരിയുടെ. ബോഡി കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് പല്ലു നല്ല റിച്ച് ആയിട്ട് തന്നെ വരുന്നത് ആ ഒരു വർക്കിൽ തന്നെ വരുന്നുണ്ട്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ആ ഒരു ചെയിൻ സ്റ്റിച്ച് ആരി വർക്കിന്റെ പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. നെക്സ്റ്റ് സാരിയുടെയും ബേസ് എല്ലാ സാരീസും പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ബേസ് വരുന്നത്. ഇതിൽ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻ്റെ കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ ആണ്. ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്, വർക്ക് മാറിയിട്ടുണ്ട്. ബോഡിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരിക. ആ ഒരു ഓഫ് വൈറ്റിൽ തന്നെ കണ്ടോ ഈ ഒരു സ്റ്റൈലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡർ ഇതായിരിക്കും ബോർഡർ വരുന്നത്. 6 ആക്ക് പാറ്റേൺ ആൻഡ് ഒരു വേവി ഡിസൈനിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. മുന്താണി ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ പല്ലു. ഫുൾ അതേ വർക്കിൽ ആ ഒരു മെഹന്തി ഗ്രീൻ ആൻഡ് വൈറ്റ് ഓഫ് വൈറ്റിലായിരിക്കും, ഫുൾ എംബ്രോയിഡറി വർക്കിലായിരിക്കും പല്ലു വരുന്നത്. ലോങ് വ്യൂ ഇങ്ങനെ വരിക സാരി. ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ്, ആ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻ നല്ല പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയിൽ ആ ഒരു ഫുൾ വർക്ക്. ബ്ലൗസിന്റെ എഡ്ജിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഫുൾ ആ ബോഡിയിൽ വരുന്ന ആ ഒരു 6 ആക്ക് ആൻഡ് വേവി ഡിസൈൻസിലുള്ള ഒരു ആരി വർക്കിന്റെ അതേ പാറ്റേണിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവും വരിക. നെക്സ്റ്റ് കളർ പാറ്റേൺ എല്ലാം സെയിം തന്നെ കേട്ടോ. അതേ പേൾ ക്രീം ആയിരിക്കും ബേസ് വരിക. സോഫ്റ്റ് സെമി ടെസർ ആണ് ഫാബ്രിക്. അബ്സ്ട്രാക്ട് ഡിസൈൻസ് വരുന്നുണ്ട്. അബ്സ്ട്രാക്ട് ഡിസൈനിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു പൗഡർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിലും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണും ഡീറ്റെയിലിംഗ് എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലും ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഓഫ് വൈറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അതേ മോട്ടീവ്സ് ഈ ഒരു സ്റ്റൈലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ഫുൾ സാരി എൻറ്റയർ സാരിയിലും ഈ ഒരു മോട്ടീവ്സ് വരും. നല്ല പാറ്റേണിലാണ് എല്ലാ സാരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഇതിൽ ആ ഒരു ആരി വർക്കിന്റെ ബോർഡർ വരുന്നുണ്ട്. മുന്താണി മെഹന്തി ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിന് തന്നെ സ്മോൾ മിനിയേച്ചർ മോട്ടീവ്സും വരുന്നുണ്ട്, ബിഗർ മോട്ടീവ്സും വരുന്നുണ്ട്. കൂടാതെ മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും. ബോഡിയുടെ അതേ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുമ്പോഴും. സോഫ്റ്റ് സെമി ടെസറാട്ടോ ഫാബ്രിക്. ഇതായിരിക്കും ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. റണ്ണിങ് ബ്ലൗസ് സെയിം അതേ കളർ പാലറ്റ് തന്നെ വരുന്നത്. പൗഡർ ബ്ലൂ വിത്ത് പേൾ ക്രീം ആണ് കോമ്പിനേഷൻ. ഇതിൽ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ കേട്ടോ ഓരോ വർക്കും തമ്മിൽ. ഓൾമോസ്റ്റ് എല്ലാം സിമിലർ തന്നെ, പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ സെപ്പറേറ്റ് ഡിസൈൻസ് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് സെക്കൻഡ് ഡിസൈനാണ് ഈ ഒരു കളർ പാലറ്റിൽ പൗഡർ ബ്ലൂവിൽ. ബോർഡർ വരുന്നതും ഈ ഒരു സ്റ്റൈലായിരിക്കും. ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ. പല്ലു ഇതിൽ വരുമ്പം ഈ ഒരു മോട്ടീവ്സ് ആയിരിക്കും വരിക. ഓഫ് വൈറ്റ് ആൻഡ് മെഹന്തി ഗ്രീനിലുള്ള ഈ ഒരു മോട്ടീവ്സും അതിൻ്റെ മിനിയേച്ചർ മോട്ടീവ്സും വരുന്നുണ്ട്. പല്ലു കംപ്ലീറ്റ്. സോഫ്റ്റ് സെമി ടെസർ ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. ഞാൻ മൺലെയറിൽ കാണിച്ചായിരുന്നു കണ്ടോ. ഇതാണ് തിക്നെസ് വരുന്നത്. വളരെ തിൻ ഫാബ്രിക് ആണ്. ട്രാൻസ്പെറൻ്റ് അല്ല, നോൺ ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും അതേ ആ ഒരു വർക്കാണ് വരുന്നത്. അരി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ്. അബ്സ്ട്രാക്ട് ഡിസൈൻസ് തന്നെ വരുന്നത് ഒലിവ് ഗ്രീൻ ആയിരിക്കും. ആ ഒരു ഡിസൈൻ്റെ കോമ്പിനേഷൻ. ബേസ് വരുന്നത് പേൾ ക്രീം. ഇതിലും ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് തന്നെ കേട്ടോ സാരി വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെ വരുന്നത്. ഓഫ് വൈറ്റിൽ തന്നെയുള്ള ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡി. ഇതിന്റെ ബോർഡർ ഈ ഒരു സ്റ്റൈലായിരിക്കും ബോർഡർ വരും. മുന്താണി വരുമ്പം നല്ലൊരു ബ്രൗൺ ആണ്. ഓഫ് വൈറ്റ് വിത്ത് ബ്രൗണിലാണ് നല്ലൊരു വർക്കാണ് വരുന്നത്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇതിലൊരു വർക്ക് വരുന്നത്. നമ്മളൊരു ലക്നൗവി ചിക്കൻ കറിയുടെ എല്ലാം ആ ഒരു സ്റ്റൈലിലാട്ടോ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. സാരിയുടെ പല്ലു ഇതായിരിക്കും.
ബോഡി ആൻഡ് പല്ലു ബോർഡർ. ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. സെയിം അതേ കളർ പാലറ്റ് തന്നെയാണ് വരുന്നത്. ആ ഒരു ഒലിവ് ഗ്രീൻ വിത്ത് പേൾ ക്രീം ആണ് സാരിയുടെ കോമ്പിനേഷൻ. അബ്സ്ട്രാക്ട് ഡിസൈൻസ്. ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. സാരിയുടെ ബോഡി കംപ്ലീറ്റ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് നല്ലൊരു പാറ്റേണിലാണ്. ഒരു ആരി വർക്കിന്റെ ബോർഡർ വരുന്നുണ്ട്. മുന്താണി ഫുൾ വർക്കിൽ തന്നെയാണ്. ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റിലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് സാരിയുടെ പല്ലുവിൽ വരുമ്പോൾ. ബ്ലൗസ്.